നമ്മുടെ കെ.ബി. ഗണേഷ് കുമാർ സാറ് ആരും പ്രതീക്ഷിക്കാതെ വളരെ ദയനീയമായി പത്തനാപുരത്ത് തോറ്റ ഒരാളാണ്. എല്ലാവരും വിചാരിച്ചിരുന്നത് കെ.ബി. ഗണേഷ് കുമാർ എന്ന് പറയുന്ന വളരെ കൗശലക്കാരനായ കാര്യക്ഷമതയുള്ള മന്ത്രി എന്ന് പേരെടുത്ത മണ്ഡലം വളരെ ഭംഗിയായി നോക്കിയിരുന്നു എന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പലരും അംഗീകരിക്കുന്ന കെ.ബി. ഗണേഷ് കുമാർ സാറിൻ്റെ പരാജയം, ആ പരാജയത്തിൽ ഉറപ്പുണ്ടായിരുന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ജ്യോതികുമാർ ചാമക്കാല എന്ന മനുഷ്യൻ. ഞാൻ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഈ മണ്ഡലം സ്ഥിതികളൊക്കെ വിലയിരുത്തിയിരുന്നപ്പോൾ ഒരിക്കലും എണ്ണിയിരുന്ന മണ്ഡലമല്ല പത്തനാപുരം. കാരണം അദ്ദേഹത്തെ അവിടെ തോൽപ്പിക്കുക വളരെ അസാധ്യമായ കാര്യമാണ് എന്നാണ് കരുതിയത്. പക്ഷേ 3ാം ക്ലാസ്സിൽ പഠിച്ചതുപോലെ അസാധ്യമായി ഒന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു ജ്യോതികുമാർ ചാമക്കാല. അദ്ദേഹം എന്നോട് ഫോണിൽ പറഞ്ഞു, ഞാൻ 10,000 വോട്ടിൽ കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന്. അന്നത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇപ്പം സാധിക്കും, ഇതാ വന്നേക്കുന്നു എന്നൊക്കെയാണ് തോന്നിയതെങ്കിൽ അദ്ദേഹം അത് സാധ്യമാക്കി. അതിനുശേഷം പിന്നെ കെ.ബി. ഗണേഷ് കുമാർ സാറ് ഒരുപാട് കാര്യങ്ങളിലുള്ള വളരെ പ്രസക്തമായ നിരീക്ഷണങ്ങളും ഒക്കെയായി രംഗത്ത് വന്നിങ്ങനെ തുടരുന്നുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ ഒരു നിരീക്ഷണം ഒന്ന് കേൾക്കാം. കുറച്ചുകൂടി ഒരു സ്നേഹവും മര്യാദയൊക്കെ ആകാം. ഏകാധിപത്യ പ്രവണത വേണ്ട, വിരട്ടൊന്നും വേണ്ട. ഈ സുരേഷ് ഗോപി ഒന്നും വിരട്ടേണ്ട കാര്യമില്ല. സുരേഷ് ഗോപി ഒരു സംസ്ഥാന ഇന്ത്യയിലെ ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ, നമ്മളിപ്പം എൻ്റെ സുഹൃത്താണ് സുരേഷ് ഗോപി, പക്ഷെ അങ്ങനെ ഒരു മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ മന്ത്രിയായി കാണണം. വൈസ് പ്രസിഡന്റിനോടൊപ്പം ഞാൻ പത്തനാപുരത്ത് വേദി പങ്കിട്ട ആളാണ്. എന്നെ സംബന്ധിച്ച് അഭിമാനകരമായ മുഹൂർത്തമായിരുന്നു. കാരണം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റുമായിട്ട് അടുത്ത കസേരയിൽ ഇരിക്കാൻ എന്നെ പോലെ സാധാരണക്കാരന് ഭാഗ്യം കിട്ടിയല്ലോ എന്ന് വിശ്വസിച്ച ആളാണ് ഞാൻ. ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. അദ്ദേഹം പറയുന്നത് കുറച്ചൊരു മര്യാദയൊക്കെ ആവാം, കുറച്ചൊരു സംഗതിയൊക്കെ ആവാം എന്നുള്ളതാണ്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് അറിയോ, ഇവരൊക്കെ ഇത് തിരിച്ചറിയുന്നത് എവർ പരാജിതരാകുമ്പോഴും എവർ വളയത്തിന് പുറത്തു പോകുമ്പോഴുമാണ്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ചാനലിൻ്റെ സാന്നിധ്യത്തിൽ അതിൻ്റെ ദൃശ്യത്തിൻ്റെ ഫ്രെയിമിൽ അദ്ദേഹം ഓരോ എൻജിനീയർമാർ മറ്റുള്ളവരെയൊക്കെ വിളിച്ച് ആടിച്ച് തകർത്ത് ഫയർ ചെയ്ത് കത്തിച്ചു വിടുന്നത്. ഈ പറയുന്ന ഇപ്പോൾ അദ്ദേഹം പറയുന്നില്ലേ ഒരു മര്യാദയൊക്കെ ആവാം, അതും ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, ഇവരുമൊക്കെ അദ്ദേഹം ഒരു വലിയ സ്ഥാനം വഹിക്കുന്ന ആൾ. ഈ സ്ഥാനമൊന്നും വഹിച്ചില്ലെങ്കിൽ പോലും മനുഷ്യരാണ് എന്നുള്ളൊരു നിലയിൽ വളരെ ലോഹ്യമായി കാര്യങ്ങൾ പറഞ്ഞ് ചെയ്തെടുക്കുന്നതിന് പകരം ഈ അഗ്രസീവ്നെസ് ഒരു ആയുധമാക്കി എന്തും വിളിച്ചു പറയുന്ന, എങ്ങനെയും സംസാരിക്കുന്ന ഒരു സംഗതിയുണ്ടല്ലോ. അതിൽ ഒത്തിരി വേദനയുള്ള കാര്യമാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മദിനം അങ്ങോട്ട് കഴിഞ്ഞു പോയ വേളയിൽ ഗണേഷ് കുമാറിനെ പോലെ ഒരാൾ ആ ദിവസങ്ങളിൽ തന്നെ ഈ കാര്യം വിലയിരുത്തുമ്പോൾ അതിലൊരു വലിയ വൈരുദ്ധ്യാത്മക ഭൗതികവാദം വാതകം ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അത് ഞാൻ ഓർത്തുപോയി. ഇത് നമുക്കെല്ലാവർക്കും ബാധകമാണ് എന്നത് മറക്കാതിരിക്കാം.